Hi friends, welcome to Recipes Recooked. ഇന്ന് നമ്മൾ ഒരു നാടൻ ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ചിക്കൻ ലൈറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. ചോറിനും ചപ്പാത്തിക്കും നെയ്ച്ചോറിനും ബിരിയാണി റൈസിന്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ നമുക്കിനി ഈ നാടൻ ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഈ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഒരു 3/4 കിലോ ചിക്കൻ ആണ് ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ളത്. ചിക്കനൊക്കെ ഒരു മീഡിയം സൈസ് പീസസ് ആയിട്ടാണ് മുറിച്ച് എടുത്തിട്ടുള്ളത്. ഇനി ഈ ചിക്കനിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ചെറുനാരങ്ങ നീരും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നാരങ്ങ നീരും ഒക്കെ ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ ദാ ചിക്കനിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരു തക്കാളി, ഒരു സവോള, 9 അല്ലി വെളുത്തുള്ളി, ഇനി ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ 10-12 അല്ലി വെളുത്തുള്ളി എടുക്കാം, ഒരു വലിയ കഷ്ണം ഇഞ്ചി, അരഞ്ഞു കിട്ടാനായിട്ട് എളുപ്പത്തിന് ഇഞ്ചി ഞാനൊന്ന് മുറിച്ച് ചേർക്കുവാണ്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ദാ മല്ലിയിലയും തക്കാളിയും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ചൂടായിട്ടുള്ള ഒരു പാനിലോട്ട് ആവശ്യത്തിന് എണ്ണ ചേർക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായിട്ട് ചിക്കൻ ഇട്ട് വറുത്തെടുക്കാം. ചിക്കൻ ഒരു ഹാഫ് കുക്ക് ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. രണ്ട് സൈഡും മറിച്ചിട്ട് ഒരു ക്രിസ്പി കോട്ടിംഗ് ആകുന്നത് വരെ വറുത്തെടുക്കാം. അപ്പോൾ ദാ എല്ലാ ചിക്കനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 4 ബാച്ചിലായിട്ടാണ് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഈ വറുത്തെടുത്ത ചിക്കൻ കൊണ്ട് നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടായിട്ട് എണ്ണ ചേർക്കാം. ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയാണ് എടുക്കുന്നത്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലെയിം ലോയിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി ഒട്ടും കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിലോട്ട് ഇനി ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം. സവോളയൊന്ന് വഴണ്ട് വന്നാൽ മാത്രം മതി. സവോളയും മുളക് പൊടിയൊന്നും കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വഴറ്റിയെടുക്കണം. മുളക് പൊടി ഇതുപോലെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുളക് പൊടി ഇതുപോലെ മൂപ്പിച്ചെടുക്കുമ്പോൾ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യാൻ പ്രയാസമാണ്, മുളക് പൊടി കരിഞ്ഞു പോകുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം സവോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് മാത്രം മുളക് പൊടി പാകത്തിന് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഈ കറിയിലോട്ട് വേറെ കുരുമുളക് പൊടിയോ പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എരിവിന്റെ താല്പര്യത്തിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് നേരത്തെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള തക്കാളിയും സവോളയും മല്ലിയിലയും കൂടെ അരച്ചിട്ടുള്ള പേസ്റ്റ് ആണ്. ഇനി ഈ അരപ്പിന്റെ അല്ലെങ്കിൽ ഈ ഗ്രേവിയുടെ പച്ചപ്പൊക്കെ മാറി എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വരുന്നത് വരെ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് തന്നെ വഴറ്റിയെടുത്താൽ മതി. ഇതിലോട്ട് ഈ സമയത്ത് ഇപ്പോൾ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ദാ ഇവിടെ അരപ്പിന്റെ അഥവാ നമ്മുടെ തക്കാളി സവോള മല്ലിയിലയുടെ പേസ്റ്റിന്റെ പച്ചപ്പൊക്കെ മാറി എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മിക്സിയുടെ ജാർ ഒന്ന് റിൻസ് ചെയ്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കാം. കൂടെ തന്നെ പാകത്തിന് ഉപ്പും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഈ സമയത്ത് വെള്ളം ചേർക്കുമ്പോൾ പച്ചവെള്ളം ചേർക്കരുത്, ചെറിയ ചൂടുള്ള വെള്ളമെങ്കിലും ചേർക്കണം. ഇനി ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പിലയും ഗ്രേവിയിൽ ഉപ്പിന്റെ അളവ് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ പാകത്തിന് ഉപ്പും ചേർത്ത് ചിക്കന്റെ പീസസ് ഒന്ന് വേവുന്നത് വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ദാ ഇവിടെ ചിക്കനൊക്കെ ഓൾമോസ്റ്റ് നല്ല വേവായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില ചേർക്കാം. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ചേർക്കാം. നല്ല ഫ്രഷ് ചിക്കൻ മസാലയൊക്കെ ആണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ധാരാളം മതിയാവും. ഇനി നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യം പോലെ ചിക്കൻ മസാലയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ ചിക്കൻ ഒരു 95% കുക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്കിനി കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ കറിയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചിക്കൻ നന്നായിട്ട് വേവുന്നത് വരെ വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ഗ്രേവി ഉള്ള ടൈപ്പ് ചിക്കൻ കറിയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വീണ്ടും അടച്ചു വെച്ച് ചിക്കൻ വേവിച്ചെടുത്താൽ മതി. ഞാനിവിടെ ചിക്കൻ കറിയുടെ ഗ്രേവി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്ത് ചിക്കനിലോട്ട് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് പെരണ്ടിരിക്കുന്ന രീതിയിലാണ് ഈ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ അത്രയേ ഉള്ളൂ, നമ്മുടെ നാടൻ ചിക്കൻ കറി അഥവാ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന ഒരു ഐറ്റം എന്ന് പറയാനില്ല, എല്ലാത്തിൻ്റെ കൂടെയും നന്നായിട്ട് ചേരുന്ന ഒരു ചിക്കൻ കറിയാണ്. എടുത്തു പറയുകയാണെങ്കിൽ ചപ്പാത്തി, നെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണി റൈസിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വ്ളോഗിലൂടെ മറ്റൊരു റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റീകുക്ഡ്.